പ്രിയ സുഹൃത്തെ, നിരവധി നിക്ഷേപകരുടെ വലിയൊരു സംശയമാണ് എനിക്ക് SIP ആണോ ലംസമാണോ കൂടുതൽ യോജിക്കുന്നത് എന്നത്. അതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തത ഇന്നേ ദിവസം ഈ വീഡിയോയിലൂടെ താങ്കൾക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഉപകാരപ്രദമാണെങ്കിൽ താങ്കൾ എല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിംസൺ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിന്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നേ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ആർക്കാണ് SIP കൂടുതൽ യോജിക്കുന്നത്, ആർക്കാണ് ലംസം ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ യോജിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മുടെ ജോസിച്ചന്റെ പിന്നെ അതോടൊപ്പം തന്നെ തൊമ്മിച്ചന്റെ ജീവിതത്തിലേക്ക് തന്നെ കടന്നു പോകാം. ഇവിടെ തൊമ്മിച്ചൻ എന്ന് പറഞ്ഞ വ്യക്തി, തൊമ്മിച്ചൻ സൗദി അറേബ്യയിലെ റിയാദിലുള്ള ABC എയർ കണ്ടീഷനിങ് എന്ന കമ്പനിയുടെ ഓണറാണ്. ജോസിച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കമ്പനിയിലത്തെ തൊഴിലാളിയാണ്, അതേ കമ്പനിയിലെ തൊഴിലാളിയാണ്. അപ്പോൾ ABC എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സമയത്ത് AC റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഇവരുടേത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ഗൾഫ് രാജ്യങ്ങളിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഏകദേശം ഒരു 6-7 മാസം അത്യാവശ്യം നല്ല ചൂട് കാലഘട്ടമായിരിക്കും. ബാക്കി ഏകദേശം ഒരു 5 മാസത്തോളം ഒന്നില്ലെങ്കിൽ നല്ല കാലാവസ്ഥ അല്ലെങ്കിൽ തണുപ്പ് കാലഘട്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ AC റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് വരുന്ന സമയത്ത് ഇവരെ സംബന്ധിച്ച് ഇതൊരു സീസണൽ ബിസിനസ്സാണ്. അതായത് ചൂട് കാലത്ത് ഇവരെ സംബന്ധിച്ച് കൊയ്ത്ത് കാലഘട്ടമായിരിക്കും. അതേസമയം തണുപ്പ് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർ, വളരെ ചുരുക്കം ചിലരെങ്കിലും ഈച്ച അടിച്ചിരിക്കേണ്ട അവസ്ഥ വരാം. പിന്നെ ഒരുമിക്ക കമ്പനികൾ പിടിച്ചു നിൽക്കുന്നത് ആ സമയത്ത് പല AMCകളുണ്ടാവും. അത് വെച്ചുകൊണ്ടായിരിക്കും അവരുടെ ഡേ ടു ഡേ എക്സ്പെൻസ് തന്നെ അവർ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു സീസണൽ ബിസിനസ്സാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേരെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് ഈ ലംസ അല്ലെങ്കിൽ SIP ഇൻവെസ്റ്റ്മെന്റ് യോജിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നോർമലി നമുക്കറിയാം ഒരു ഏപ്രിൽ മാസം തുടങ്ങി ഒരു ഒക്ടോബർ മാസം വരെ ചൂട് കാലഘട്ടമായിരിക്കും. അതിനുശേഷം ഒരു നവംബർ മാസം തുടങ്ങി ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർച്ച് വരെ അവിടെ തണുപ്പ് കാലഘട്ടമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ തുടങ്ങി ഒക്ടോബർ വരെ ഇതേ രീതിയിൽ പോയിരുന്ന വെച്ചാൽ വരുമാനം ഒറ്റയടിക്ക് ഇവരെ താന്ന് ഇങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഇവിടെ എത്തും. അതായത് തൊമ്മിച്ചൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ ഈ തരത്തിലുള്ള ഒരു ഫ്ലക്ച്വേഷൻ വരും. അതേസമയം ജോസിച്ചൻ അവിടുത്തെ എംപ്ലോയി ആണ്. ജോസിച്ചനെ സംബന്ധിച്ച് ഈ ഒരു പീരീഡ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഇടിവ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ കൂടുതൽ വർക്ക് വരുന്ന സമയത്ത് ഇവർക്ക് ഓവർ ടൈം, അങ്ങനെയുള്ള എക്സ്ട്രാ ബോണസ്, അങ്ങനെയുള്ള പല സംഭവങ്ങൾ കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. എന്നാൽ ഇവിടെ താഴുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് ഒരു ഫിക്സഡ് സാലറി ഉണ്ട്, അതിലൊന്നും കുറവ് വരില്ല. പക്ഷെ തൊമ്മിച്ചനെ സംബന്ധിച്ച് ആ സമയത്ത് ചിലപ്പോൾ നഷ്ടത്തിൽ തന്നെ ഓടിക്കേണ്ട സാഹചര്യം വരാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ലംസം, അതായത് ഒറ്റത്തവണയായിട്ടുള്ള നിക്ഷേപങ്ങൾ ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് ഇവിടെ ലംസം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുള്ളൂ കൂടുതൽ നല്ലത്. കാരണം അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷനാണ് ഇവിടെ വരുന്നത്. അതേസമയം ജോസിച്ചനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വരുമാനം ഏകദേശം ഒരു സ്റ്റഡിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് SIP പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും ജോസിച്ചനെ സംബന്ധിച്ച് കൂടുതൽ നല്ലത്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തൊമ്മിച്ചൻ്റെ ബിസിനസ് എയർ കണ്ടീഷനിങ് അല്ല, വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സാണ്. അത് സീസണായിട്ട് ബന്ധമില്ല. എല്ലാ മാസം എന്നോളം അദ്ദേഹത്തിന് ഒരു റെഗുലർ വരുമാനം കിട്ടും. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അല്ല, ഈ ഒരു ബിസിനസ് തന്നെയാണ് എന്ന് ഇപ്പം ഈ പറഞ്ഞാൽ ഓഫ് സീസണിലും ഇദ്ദേഹത്തിന് ഒരു മിനിമം ഒരു എമൗണ്ട് അദ്ദേഹത്തിന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും SIP ചെയ്യാം. അതേസമയം ഈ ടൈമിൽ വന്ന സമയത്ത് ഇദ്ദേഹത്തിന് വേണമെങ്കിൽ കൂടുതൽ തുക ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതേപോലെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജോസിച്ചനെ സംബന്ധിച്ചും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു ടൈമിൽ ഇദ്ദേഹത്തിന് എക്സ്ട്രാ എമൗണ്ട് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ലംസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്തും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം മാർക്കറ്റ് ഒരു കാരണവശാലും ഇങ്ങനെ പോവില്ല. മാർക്കറ്റ് ഇങ്ങനെ കയറി ഇറങ്ങി ആയിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റത്തവണയായിട്ട് നിക്ഷേപിക്കുന്ന സമയത്ത്
ഒറ്റ തവണയായിട്ട് നമ്മൾ നിക്ഷേപിക്കുന്ന സമയത്ത് മാർക്കറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ടും കൂടി നമ്മളൊന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം, സപ്പോസ് ഇപ്പോൾ താങ്കൾ ഇവിടെ വെച്ച് ഒറ്റ തവണയായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു, തിരിച്ചിവിടെ വരുന്നത് ഏകദേശം ചിലപ്പോൾ 2-3 മാസമായിരിക്കാം, ചിലപ്പോൾ 1 വർഷമായിരിക്കാം, ചിലപ്പോൾ 2 വർഷം 3 വർഷം വരെയൊക്കെ ടൈം. അതായത് ഇപ്പോൾ 2008 ഈ ലെവലിൽ നിന്ന് ഡൗൺ ആയിട്ട് ഇവിടെ എത്താൻ വേണ്ടി ഏകദേശം 3 വർഷത്തോളം പിടിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ തവണയായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ എമൗണ്ട് പ്രത്യേകിച്ച് റിട്ടേൺസ് ഒന്നും തരാത്ത രീതിയിൽ അല്ലെങ്കിൽ വലിയ നഷ്ടത്തിൽ കുറേ നാൾ കിടക്കേണ്ട സാഹചര്യം വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലംസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയവും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടും, ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ടൈമിൽ നമുക്കിപ്പോൾ ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ പോലെയുള്ള കുറേ കാറ്റഗറി ഫണ്ടുകളുണ്ട്. അങ്ങനത്തെ ഒരു ഫണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ലംസ് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് കുഴപ്പമില്ല. കാരണം അത് ഓട്ടോമാറ്റിക്കലി അപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇക്വിറ്റി ഡെറ്റ് അലോക്കേഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു ലോങ് ടൈം, അടുത്തൊരു 10 വർഷമോ 15 വർഷം കഴിഞ്ഞ് തുക വേണ്ട ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ വരാനുള്ള പോസിബിലിറ്റീസ് ഇല്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2008 BSE സെൻസെക്സ് 21,000 പോയിന്റിലായിരുന്നു. അതായത് ഏറ്റവും ടോപ്പ് ലെവലാണ്, ജാനുവരിയിലത്തെ അവസ്ഥയാണ്. അതിനുശേഷമാണ് മാർക്കറ്റിൽ വലിയ ക്രാഷ് വന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ BSEയുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80,000 പോയിന്റാണ്. അതായത് ആ ടൈമിൽ എൻ്റർ ചെയ്ത ഒരു വ്യക്തിക്ക് പോലും ഇപ്പോൾ ഓൾമോസ്റ്റ് അദ്ദേഹത്തിൻ്റെ എമൗണ്ട് 4 ടൈംസോളം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ ബോട്ടം ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ റിട്ടേൺസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഒറ്റ തവണയായിട്ടല്ല, ഈ ഓരോ കയറ്റത്തിലെ ഇറക്കത്തിലും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും അദ്ദേഹത്തിന് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഒരു ഹൈ റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ ലോങ് ടൈം വ്യൂവിൽ വെയിറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിനെ സംബന്ധിച്ച്, അതായത് നിങ്ങളുടെ ഗോള് ഇപ്പോൾ ഏകദേശം ഒരു 10 വർഷത്തിന് മേലാണെങ്കിൽ ലംസ് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ബോട്ടം ലെവലിൽ ഇരിക്കുന്ന സമയത്താണെങ്കിൽ ഈവൻ 5 വർഷം കഴിഞ്ഞ് വരുന്ന ഗോളിനും വേണമെങ്കിൽ ലംസ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഇത് രണ്ടും നല്ലതാണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സീസണൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച്, അദ്ദേഹത്തിനെ സംബന്ധിച്ച് SIP പോലെ ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിന് ചൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് SIP തന്നെയാണ്. അതിനെക്കുറിച്ച് എന്തുകൊണ്ട് ഞാനത് SIP ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള റീസൺ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇത് രണ്ടും മോശമല്ല. പക്ഷേ നമ്മൾ ലംസ് ഇൻവെസ്റ്റ് ചെയ്യാനാണെങ്കിൽ നമ്മൾ മാർക്കറ്റും അതോടൊപ്പം തന്നെ ഫണ്ടെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. പിന്നെ അത് ലോങ് ടൈം ആയിരിക്കണം. SIP ആകുമ്പോൾ മാർക്കറ്റ് ഹൈ ആണെങ്കിലും ലോ ആണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ വെയിറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സേവനങ്ങൾ താങ്കൾക്ക് വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ചൻ ടിപ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.